സദ്യ. പ്രവാസി സദ്യ. പ്രവാസി സദ്യ. That's the difference. ആരുമില്ല വിളമ്പി തരാൻ. Nobody for us. സ്വന്തമായിട്ട് വിളമ്പിയൊക്കെ കറികൾക്കൊക്കെ വിളമ്പാനായിട്ട് ഒരു ഓർഡർ ഉണ്ട്, പക്ഷെ അതൊന്നും അറിയില്ല. അതുകൊണ്ട് അറിയുന്ന പോലെ ഒരുപാട് കറികളൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ ഇത് ചേട്ടൻ്റെ ആണോ? സെയിം ഒരേ കറികൾ ഒരുമിച്ച് വെക്കും. മോര് എന്തോ ഒരു കറി, വെള്ളക്കറി. എന്താ കിച്ചടിയാ കച്ചടിയാ അമ്പുരാനറിയാം. ആ മോഡലിലുള്ള ഏതോ സംഭവമാണ്. പപ്പടം, അവിയൽ. മൈ ഫേവറേറ്റ് അവിയൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ്. പണ്ട് ദുബായിൽ ഒരു ഫ്രണ്ട് ഉണ്ടാകുമ്പോൾ സ്ഥിരം എനിക്ക് അവിയൽ ഉണ്ടാക്കി തരുമായിരുന്നു. രസം, സാമ്പാർ, ക്യാബേജ്, പൈനാപ്പിൾ കറി, പരിപ്പ്, പായസം. ഇത് ഒരു കറിയാണ്. പഴം, പപ്പടം. പൊടിഞ്ഞു, എന്നാലും കുഴപ്പമില്ല. കുറച്ച് നന്നായി പൊടിഞ്ഞ പപ്പടത്തിൽ എണ്ണം കൂടും. അച്ചാറ്, ഇതൊക്കെ അച്ചാറുകളാണ്. ഇത് മാങ്ങ അച്ചാറ്. ഇത് പുളിയിഞ്ചി, ഇഞ്ചമ്പുളി എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. നിങ്ങളോട് എന്താ പറയുക? സോറി, പുളിയിഞ്ചി. ഇഞ്ചമ്പുളി എന്ന് പറയില്ല. പായസമാണ് ഇത്. ഇത് പായസമാണ്. ഇതും പായസമാണ്. ഇനി വേറൊരു അച്ചാറുണ്ട്, നാരങ്ങ അച്ചാർ. നല്ല മഞ്ഞ കളറിലുള്ള നാരങ്ങ അച്ചാർ. ഇത് നെയ്യ്, ചോറ്, ഫ്രൈഡ് മീറ്റ്. ഉപ്പുണ്ടായിരുന്നല്ലോ എന്നല്ലേ, ഇന്ന് കാണുന്നില്ലോ. അത്യാവശ്യം പിന്നെ എടുക്കാം. സദ്യ വിളമ്പി കഴിഞ്ഞാൽ ആറാപ്പ് വിളിക്കണം. ഏതാ ആറാപ്പ് വിളിക്കണം സദ്യ വിളമ്പി കഴിഞ്ഞാൽ. ആറാപ്പ്. ഇനി അതിനകത്തേക്ക് ഇതാണ് നമ്മുടെ പ്രവാസി സദ്യ. പരിപ്പ് ആരും ഒഴിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒഴിച്ചു. നല്ല കാര്യം. നെയ്യ് അതിന്റെ മുകളിൽ ഇട്ടു. ഇനി ഒന്നുമില്ലല്ലോ, കഴിച്ചു തുടങ്ങാമല്ലേ? ഇനി കഴിച്ചു തുടങ്ങാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.